ஜானி என்ன பண்ண? ஜானி இவன் ஒன்றும் பண்ணலையே. தெரியா எஃப்ஐஆர் உன் பேர்ல போட்டு கேச மூடிடுவா சார். மூடின்னு இருக்கணும், சாப்பிட மாட்டேன் தான் வாயை திறக்கணும். சரிங்க சார். எஃப்ஐஆர்ல என்ன இருக்கு தெரியுமா? மலையாளி பசங்களுக்கு சைக்கிள் வாங்குறதுக்கு சந்திரனும் ஜானி மദ്രാசி வந்தாங்க. 2 பேரும் மலையாளின்றனால சைக்கிள் கடையில் ஃப்ரெண்ட் ஆயிட்டாங்க. அதை கொண்டாடுறதுக்காக பார்ல போய் 2 பேரும் தண்ணி அடிக்க போனாங்க. 2 பேரும் பேசிட்டு இருக்கும்போது வாக்குவாதம் முத்தி போய் ചന്ദ്രൻ കോവപ്പെട്ട് ജാനിയെ തനിയാ കൂട്ടിപ്പോയി കൊന്നിട്ടാ. സാർ എന്തൊക്കെയാ പറയുന്നത്? കൊന്നോ സാർ? സാർ ദൈവദോഷം പറയരുത്. இந்த ஊருக்கு நான் தான் கடவுள். என்கிட்ட நீ தப்பிக்கவே முடியாது. വെറുതെ തോന്നലാണ് സാർ അതൊക്കെ. തെറ്റ് ചെയ്താലേ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമുള്ളൂ. ഈ സത്യമെന്ന് പറയുന്ന ഒന്നുണ്ട്, അതെന്നായാലും ഒരു ദിവസം പുറത്തു വരും. என்ன தத்துவம் பேசுறியா? மலையாளி, நான் உன்கிட்ட ஒரு விஷயம் சொல்றேன் பார். இன்னைக்கு நம்ம சிறைச்சாலையில இருக்க 60% பேர் தப்பே செய்யாதவன் தான். தப்பே செய்யாதவனை விட தப்பு செஞ்சுட்டு தப்பிக்கிறான் பார், அவன் புத்திசாலி. நீ முட்டாள். மனசுலாய மலையாளி. யோ சாருக்கு ஒரு கட்ட சாய் கூட. കട്ടൻ ചായ നിന്റെ അച്ഛനെ കൊണ്ട് കൊടുക്കണം. சரிங்க சார். അടിച്ചാങ്ങളാ? വക്കീൽ എന്ത് വർത്താനായി പറയുന്നത്? കസ്റ്റഡിയിൽ കിട്ടുന്ന ഒരു പ്രതിയെ പിന്നെ പോലീസുകാരെന്താ ഉമ്മ വയ്ക്കോ? പക്ഷെ എത്ര തല്ലിയിട്ടും ചന്ദ്രനൊന്നും പറഞ്ഞിട്ടില്ല. முட்டாள். இன்ட்ராகேஷன்ல போலீஸ் அடி கம்மியாகணும்னா அவங்க எதை கேட்டாலும் ஆமான்னு சொல்லணும். கோர்ட்டுக்கு வந்து பிளேட் அப்படியே மாத்திரலாம். போலீஸ் கஸ்டடியில இருந்து தப்பிக்கிறதுக்கும் ஜாமீன் கிடைக்கிறதுக்கும் அதுதான் வழி. கையெழுத்த போடு. பெயில் அப்ளிகேஷன். സാർ, ഇതിൽ ഒപ്പിട്ടുകൊണ്ട് ജാമ്യം കിട്ടുമോ? கிட்டும். ஆனா வக்கீல் ஃபீஸ் கொஞ்சம் கூட ஆகும். ஏன்னா இது கொலை கேஸ். കൊലക്കേസാ? ആ. സാർ, ഇപ്പൊ എന്നെ തരാൻ കാശൊന്നുമില്ല. நீங்க வந்த வண்டிக்கு சாவி இருக்குல்ல? ആ ഇருக்கு. அட்வான்ஸ் இது போதும். நீ கையெழுத்து போடு. போடு. ഇപ്പൊ കൊടുക്കുന്നത് പിന്നെ മേടിക്കാം. ഹലോ അപ്പു, അച്ഛൻ എപ്പോഴാ വരണേ? ഉടനെ വരാം മക്കളെ. മക്കൾ എന്തിനാ ടീച്ചറുടെ വീട്ടിലേക്ക് പോയത്? അച്ഛൻ വീട്ടിൽ ഒരുപാട് വിളിച്ചു. അപ്പൊ ജാനകിയമ്മയെ പറഞ്ഞത് മക്കള് ടീച്ചറുടെ വീട്ടിലേക്ക് പോയിന്ന്. ടീച്ചർ നിർബന്ധിച്ചിട്ടാ? സാരമില്ല, ഒരു കണക്കിന് നന്നായി. ആളെടുത്തുണ്ടോ? ഓ, കൊടുക്കാം. ഹലോ, ഞാനാ. ജാമ്യം കിട്ടി. പക്ഷേ ഇവിടം വിട്ട് പോകാൻ പറ്റില്ല. എന്നും സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടണം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാവും. മോനെ പതിയെ. ആ, സൂക്ഷിച്ച്. കുഴപ്പമില്ലടാ. ആ, കേട്ടത് വല്ലതും സത്യാണോ? ദേ, പോലീസ് പറയുന്നത് കേട്ട് വെറുതെ ഓരോരോ വിവരക്കേടുകൾ എഴുന്നള്ളിച്ചാലുണ്ടല്ലോ. മോൻ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ അപ്പനെ കൊന്നത് ഈ അങ്കിളാണെന്ന്? പറ മോനെ, വിശ്വസിക്കുന്നുണ്ടോ? എന്റെ അപ്പം മരിച്ചിട്ടില്ല. എനിക്ക് അപ്പം മാത്രമേ ഉള്ളൂ. അപ്പം വരും. ചന്ദ്രേട്ടാ, ഇനിയെങ്കിലും ഒന്ന് പറ, എന്താ പരിപാടി? പറയാടാ, കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യേ. നിർത്ത് തമ്പി. മോനെ നിപ്പാട്ട്. നിർത്ത്. സ്റ്റോപ്പ്. നീതാന്ത ദേവാരത്തോട് പയ്യനാ? നീ ആമ, നിന്റെ അച്ഛൻ സിംഹം, ഞാൻ മുയല്. മോനി ഇത് കണ്ടിട്ടുണ്ടോ? ഇതെന്താ അങ്കിൾ? ആദ്യമായി നമ്മൾ ഇതിങ്ങനെ അങ്ങ് പൊളിച്ചെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് നിന്റെ അണ്ണാക്കിൽ കൊട്ടി വേഗം വാടാ. ചന്ദ്രേട്ടാ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലടാ എന്റെ പരിപാടി എന്തായിരുന്നു? കിഡ്നാപ്പിംഗ്. ഊരടാ. നിൽക്കാൻ പറഞ്ഞത് അവന്റെ ബാഗ് ഊരാൻ.
കെട്ട് കൈ ഒന്ന് കൈ കെട്ട് സൈക്കിൾ എടുക്ക് നടക്കടാ ഇവന്റെ അച്ഛന്റെ മുഖത്തെ കണ്ണ് ഈ സ്ഥലം സേഫ് ആണെന്നല്ലേ പറഞ്ഞത്? ആ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? ഭാഗ്യം റേഞ്ച് ഉണ്ട്. ആ ഇനി കുഴപ്പമില്ല. ഹലോ ഹലോ സിംഗം. ഞാൻ മുയൽ. നിന്റെ ഒരേ ഒരു മകനുണ്ടല്ലോ ഗണേശ്, അവനിപ്പോ ജീവന് വേണ്ടി എന്റെ മുമ്പിൽ പോരാടിക്കൊണ്ടിരിക്കുക. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവും. എങ്കിലും അവസാനമായിട്ട് നിന്റെ മകന്റെ ശബ്ദം നീ ഒന്ന് കേട്ടോ. ഹാ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ട് എങ്ങനെ കരയാനാണ്? ഓ സോറി. കരട്ടെ. മതിയാ. ഇവനെന്ത് പന്നിയാണ്? കേട്ടല്ലോ അല്ലേ? എന്താ ഒരു നിശബ്ദത? അങ്കിൾ എന്റെ അച്ഛനാണോ വിളിക്കുന്നത്? ഡേയ് അനിയായമാ നീ ഒരു ഹീറോനെ വില്ലനാക്കിയല്ലോടാ. കേട്ടല്ലോ നിന്റെ മകന്റെ ശബ്ദം. അവരെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. அப்படியா? വെരി ഗുഡ്. ഡോനിപ്പ എന്റെ കസ്റ്റഡിയില്ല. കീപ് ഹിം ദേർ. തകൃതാ. താനെന്താ തമാശ കളിക്കുക? മര്യാദയ്ക്ക് ജോണി എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ തന്റെ മകനെ ഞാൻ കൊന്നുകളയും. താങ്ക് യു. இனி அவனை நீயே வச்சுக்கோ. ஹீரோக்கு தேவை அழகு, ஆனா வில்லன் அவனா கொஞ்சம் மூளையே வேணும் மலையாளி. അല്ല ഹലോ ഹലോ എന്തു പറഞ്ഞയാള്? അത് வெரி குட். கீப் ஹிம் தேர். தேங்க்ஸ். ஹீரோய்க்கு அழகிருந்தா போதும், ஆனா வில்லன் ஆவறதுக்கு கொஞ்சம் மூளை வேணும். இதெல்லே പറഞ്ഞത്. എടാ തെണ്ടി ചെക്ക, ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? എന്നെ 7 തവണ കിഡ്നാപ്പ് ചെയ്തപ്പോഴും SP സാർ ഇത് തന്നെയാ പറഞ്ഞത്. അപ്പൊ ഇത് നിന്റെ 8ാമത്തെ കിഡ്നാപ്പാ? അതെ അങ്കിൾ, നിങ്ങൾ കാണിച്ച റോങ് സ്റ്റെപ്പാ. എന്നെ പിടിച്ചാലൊന്നും SP സാർ പേടിക്കില്ല. കാരണം ഞാൻ SP സാറിന്റെ മകനല്ലല്ലോ. മകനല്ലേ? അല്ല, എന്റെ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം എന്റെ അമ്മയെ കല്യാണം കഴിച്ച ആളാ SP സാർ. വാളി വാളി. ഇതിപ്പോ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെ അല്ല. ദേ വന്നു ദാ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? സൈക്കിൾ മേടിച്ചിട്ട് നാട്ടിലേക്ക് പോവാ. മോങ്ങിട്ടെന്ത്? അയാൾ നിന്റെ തന്തയല്ലല്ലോ. എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വാ.